ുന്നവരാണ്. അതുകൊണ്ട് തന്നെ സുന്നി ആളുകളുടെ മക്കളെ വിവാഹം ചെയ്യുന്നതിന് അതൊരു തടസ്സമാകുന്നില്ല എന്ന നിലയ്ക്ക് തന്നെ അവരൊരുപാട് ഇത്തരം സുന്നി പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നുണ്ട്. ഇതിന് എന്താണ് കാരണം? മുജാഹിദുകൾ മുസ്ലിമീങ്ങൾ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സുന്നി കുടുംബത്തിൽ നിന്ന് അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു, പെൺകുട്ടികളെ കഴിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. മുജാഹിദുകൾക്ക് അവർ പറയുന്ന അവരുടെ ആദർശത്തിൽ തന്നെ അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതും ചെയ്യുന്നതും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം എന്താണെന്നറിയോ? സുന്നികളായ നമ്മളെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നത് നമ്മൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, നരകത്തിലേക്ക് പോകുന്നവരാണ് എന്നാണ്. ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ എനിക്ക് വായിക്കാനുണ്ട്. ഇവരുടെ ഇസ്ലാഹ് മാസിക ഈ പുതിയ വിഭാഗത്തിന്റെ മാസികയിൽ അവരും പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞിട്ടുണ്ട്. പരലോകം ഖുർആനിൽ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ KC അബ്ദുള്ള മൗലവി രചിച്ച ഈ പുസ്തകത്തിൽ പറയുന്നത് സുന്നികളായ നമ്മളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്നാണ്. ഇനി മുജാഹിദുകളുടെ മറ്റൊരു പ്രസിദ്ധീകരണമാണ് സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും പണ്ഡിത സഭയുടെ സെക്രട്ടറിയും KNMന്റെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും അതുപോലെ പ്രസിഡന്റും ഇങ്ങനെ എല്ലാവരും എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ? ആകയാൽ നമ്മൾ ഖുതുബിയ്യത്ത് ചൊല്ലൂലേ, യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചൊല്ലാറുണ്ട്. ഇങ്ങനെ ചൊല്ലിയവൻ ഇങ്ങനെ തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. ഒരാള് ഒരു പ്രാവശ്യം ഇത് ചൊല്ലിയാൽ 4 തവണ കാഫിറാകും എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അപ്പൊ നമ്മളെ കുത്തുബിയ്യത്തിന് എത്ര തവണ ഇത് ചൊല്ലാറുള്ളത്? വലിയ കുത്തുബിയ്യത്താണെങ്കിൽ 1000 തവണ ചൊല്ലും, അല്ലെങ്കിൽ 313, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ എണ്ണത്തിൽ ചൊല്ലാറുണ്ട്. ഒരു തവണ ചൊല്ലിയാൽ തന്നെ 4 തവണ കാഫിറാകുമെന്നാണ്. അപ്പോ 1000 തവണ ചൊല്ലുമ്പോ 4000 തവണ കാഫിറാകേണ്ടി വരും. മഅദല്ലാഹ്. സുന്നികളെ കുറിച്ച് മുജാഹിദുകളെ വിശ്വാസമാണിത്. നിങ്ങൾ കരുതുന്നുവോ അവർ നീളമുള്ള താടിയും വെച്ച് നമ്മളെ കാണുമ്പോ ഒരു മണിക്കൂർ ഒരു മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ അകലെ നിന്ന് തന്നെ കൈപൊന്തിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ നല്ല കുട്ടികളാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. കണ്ടോ, ഇവരുടെ മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ, സുന്നികളെ കുറിച്ചാണ് പറയുന്നത്, സുന്നികളെ വിശ്വാസം, കാഫിർ അല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാരൻ? അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാണ്, കാഫിറാണ് സുന്നികൾ എന്നാണ് മുജാഹിദ് പറയുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാകുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എന്റെ കൈവശമുണ്ട്. ഇതിലൊക്കെ സുന്നികളായ മുസ്ലിമീങ്ങളെ കുറിച്ച് മുശ്രിക്കുകൾ, കാഫിറുകൾ, സുന്നികളെ കുറിച്ച് അവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. കണ്ട, മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ് സൽസബീൽ. അതിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? അതിൽ അവർ പറയുന്നത് സുന്നികളുടെ കാര്യം മഹാപോക്കു തന്നെ. എങ്ങോട്ടാ പോകുന്നത്? നരകത്തിന്റെ നടുവിലേക്ക്. മൂപ്പർ അവിടെ പോയി ആ ഫോട്ടോ എടുത്ത് വരികയാണ്. സുന്നികളൊക്കെ പോണത് നരകത്തിന്റെ നടുവിലേക്കാണ്. ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്ക് മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുവീൻ സുന്നികളെ. നിങ്ങളൊന്നും ഷഹാദത്ത് കലിമന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയലല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണം. ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിലല്ല. എന്നിട്ട് പറയുന്നുണ്ടോ, അസ്ലിമൂ തസ്ലമൂ, നിങ്ങൾ മുസ്ലിമാകുവീൻ, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും.
അപ്പൊ നമ്മൾ മുസ്ലിമല്ല, നമ്മളൊക്കെ കാഫിറുകളാണ്, നമ്മൾ നരകത്തിന്റെ ആളുകളാണ് എന്നാണ് മുജാഹിദ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവർ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആശയം വിശദീകരിക്കാനും പ്രചരിപ്പിക്കാനുമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദിന്റെ അൽമനാറിന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? സുന്നികളായ നമ്മൾ, മുസ്ലിമീങ്ങളായ നമ്മളോടുള്ള വിവാഹബന്ധത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. എന്താ? മുശ്രിക്കുകളോടുള്ള വിവാഹബന്ധം അത് പാടില്ലാത്തതാകുന്നു മുജാഹിദിന്റെ അൽമനാർ. അപ്പൊ വിവാഹം മുസ്ലിം കുടുംബത്തിൽ, സുന്നി കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്നവരുമായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മുജാഹിദുകൾ അൽമനാർ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല, മുജാഹിദുകളെ തന്നെ ഇസ്ലാഹി മാസിക, ഇത് അവരുടെ പുതുതായി ഇറങ്ങിയ ഇസ്ലാഹി മാസികയിൽ അവര് രേഖപ്പെടുത്തി വെക്കുന്നു, കുഫ്ർ ചെയ്തവരോട്, ശിർക്ക് ചെയ്തവരോടുള്ള സമീപനം എങ്ങനെ വിശദമായ ലേഖനമാണ്. ഇങ്ങനെ മുജാഹിദുകൾ ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ പ്രചാരണം അത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും വളരെ കൂടുതലായി മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്, നമ്മളെ കൊല്ലൽ നിർബന്ധമാണ് എന്നാ അവർ പറയുന്നത്. നോക്ക് നിങ്ങൾ, ഇത് മുജാഹിദുകളെ അൽമനാറാണ്. ഈ അൽമനാറിൽ പറയുന്നത് എന്താ? സുന്നികളായ നമ്മുടെ തലവെട്ടമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതായത് മുജാഹിദുകൾക്ക് ഒരു തല തിരിഞ്ഞ വിശ്വാസമുണ്ട്. അതെന്താ? അള്ളാഹു അർശിന്റെ മുകളിലാണ്, ആകാശത്തിന്റെ മുകളിലാണ്. അള്ളാഹു ഇരിക്കുകയാണ്, നടക്കുകയാണ്, കിടക്കുകയാണ്. അള്ളാഹ് കൈയുണ്ട്, കാലുണ്ട്, ഊരുണ്ട്, ചന്തിണ്ട്. ഇങ്ങനെ ഒരു ജാതി പറയാൻ പറ്റാത്ത വിശ്വാസങ്ങൾ അള്ളാഹുവിന്റെ മേലിൽ അവർ അടിച്ചേൽപ്പിച്ച് അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ വിശ്വാസത്തെക്കുറിച്ച് അൽമനാർ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമാണ്. ഇതിൽ പറയുന്നത് എന്താ? ഏതൊരുവൻ അള്ളാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും 7 ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാണ്. അതായത് അള്ളാഹു അർശിന്റെ മുകളിലാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഓൻ കാഫിറാണ്. മുജാഹിദിന്റെ വിശ്വാസം വെച്ചു പുലർത്തിയിട്ടില്ലെങ്കിൽ ഓൻ കാഫിറാണ്. എന്നിട്ട് പറയുന്നുണ്ടോ? പശ്ചാത്തപിക്കണം, ഓൻ തൗബ ചെയ്യണം, അല്ലെങ്കിൽ അവന്റെ പിരടി വെട്ടപ്പെടണം. ഇപ്പൊ നമ്മൾ സുന്നികളായ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളുടെയും പെരടി വെട്ടണം എന്നാ പറയുന്നത്. പെരടി വെട്ടി അവിടെ ഇട്ട് പോയാ പോരാ, പിന്നെ പറയാണ് ഒരു ഉപദേശം: ദിമ്മികൾക്കും മുസ്ലിങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവനെ അഴുക്കിലേക്ക് എറിയപ്പെടുകയും വേണം. കഴുത്ത് വെട്ടിയിട്ട് അവിടെ ഇട്ട് പോകരുത്, എന്നാ ദുർഗന്ധം ഉണ്ടാവും. അഴുക്ക് ചാലിലേക്ക് തള്ളണം, എന്നാ പിന്നെ അതങ്ങനെ ഒലിച്ച് ഒഴുകി അങ്ങനെ പോയിക്കൊള്ളും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല. പച്ചയായി മുജാഹിദ് എഴുതിയതാണ്. അവരുടെ നേതാവിന്റെ കയ്യൊപ്പോടെ എഴുതി വെച്ചിട്ടുള്ള അൽമനാറാണ് എന്റെ കൈവശമുള്ളത്. സഹോദരന്മാരെ, ഇങ്ങനെ മുസ്ലിമീങ്ങൾ കാഫിറാണ്, മുശ്രിക്കാണ്. ഇത് മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? മക്കയിലെ മുശ്രിക്കുകൾ, മക്കത്തെ മുശ്രിക്കുകൾ, അബൂജഹൽ, അബൂലഹബ്, ഉത്ബത്ത്, ഷൈബത്ത് ഉൾപ്പെടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളൊക്കെ പാർട്ട് ടൈം മുശ്രിക്കുകളാകുന്നു. പാർട്ട് ടൈം ജോലി നോക്കിയിട്ടില്ല ഞങ്ങൾ. 3-4 മണിക്കൂറൊക്കെ അവർ മുശ്രിക്കാവുന്നുള്ളൂ 24 മണിക്കൂറിൽ. കേരളത്തിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് അവർ പറയുന്നത് എന്താണെന്നറിയോ? കേരള മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ 24 മണിക്കൂറിൽ ഫുൾ ടൈം മുശ്രിക്കുകളാകുന്നു. ഫുൾ ടൈം മുശ്രിക്കാണ്. മക്കത്തെ മുശ്രിക്കുകൾ പാർട്ട് ടൈം മുശ്രിക്കുക. 24 മണിക്കൂറിൽ ഒരു 2-3-4 മണിക്കൂറൊക്കെ ഒരു ശിർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി മുസ്ലിമീങ്ങളായ നമ്മൾ, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ 24 മണിക്കൂറിൽ 24 മണിക്കൂറും ഫുൾ ടൈം മുശ്രിക്കുകളാകുന്നു. മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുള്ളതാണിത്. ഇതാണ് സുന്നികളെ കുറിച്ച് ഇവരുടെ വീക്ഷണം. ഈ സുന്നികളെ കുറിച്ച് മുജാഹിദുകളുടെ വീക്ഷണം എന്താ? നമ്മളെ കൊല്ലണമെന്ന. ഇത് അൽമനാറാണ്. ഇതിൽ പറയുന്നു, ജാറത്തിങ്കിൽ പോയി പ്രാർത്ഥന അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവിടെ പോയി അവിടെ സ്വതക്ക ചെയ്തു, അവിടേക്ക് സംഭാവന നൽകിയാൽ, പുത്തമ്പള്ളി ജാറത്തിങ്ക പോയി നമ്മൾ അവിടേക്ക് വല്ലതും അവിടുത്തെ പെട്ടിയിൽ സംഭാവന നൽകിയാൽ നമുക്ക് ആഗ്രഹം, ഉദ്ദേശം സഫലീകരിക്കണം എന്ന് കരുതി അങ്ങനെ അതിലേക്ക് വല്ലതും നേർച്ച നേർന്ന് അല്ലെങ്കിൽ സംഭാവന ചെയ്താൽ അവനെ കൊല്ലൽ നിർബന്ധമാകുന്നു. സുന്നത്തും കൂടിയല്ല, നിർബന്ധമാകുന്നു. ഇതാ മുജാഹിദിന്റെ വിശ്വാസം. സഹോദരന്മാരെ, ഇത് പ്രചരിപ്പിക്കാനാണ് മുജാഹിദ് ജീവിക്കുന്നത്.
ഇതിനാണ് മുജാഹിദ് പ്രവർത്തിക്കുന്നത്. അപ്പൊ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് നമ്മളെക്കുറിച്ച് നാഴികക്ക് 40 വട്ടം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടും ആവർത്തിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളായ സുന്നികളായ നമ്മുടെ മക്കളെ, അത് സുന്നി കുടുംബമായതുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവരാണ്, വിവാഹം കഴിക്കാൻ പാടില്ല എന്നും എഴുതി വച്ചിരിക്കുകയാണ്. അത് എഴുതി വെച്ച മുജാഹിദുകൾ തന്നെ സുന്നി കുടുംബത്തിൽ നിന്ന് നല്ല ഭംഗിയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോ പിന്നെ അവർക്ക് ശിർക്കുമില്ല, തൗഹീദുമില്ല, പിന്നെ അവർക്ക് ഒരു വിശ്വാസമില്ല. അവർ ഇതെല്ലാം കൂടി ഇതിൽ കണ്ട് ലയിച്ചു പോവുകയാണ്. നോക്ക് നിങ്ങൾ, ഇതേത് വിശ്വാസാണ്? ഇത് മുഅ്മിനിന് പറ്റുന്ന വിശ്വാസമാണോ? ഇത് ജൂതായിസമാണ്. ജൂതന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്. കുറച്ചൊക്കെ വിശ്വസിക്കുക, കുറച്ച് നമ്മൾ അവഗണിക്കുക, അവിശ്വസിക്കുക. ഈ പരിപാടിയാണ്. തൊള്ളോണ്ട് ഇങ്ങനെ പറയും അത് ശിർക്കാണ്, തൊടാൻ പാടില്ല, അത് പാടില്ല, അവരെ കല്യാണം കഴിക്കാൻ പാടില്ല, കുത്തുബിയത്തിലുള്ള കഹാമുശ്രിക്കാണ്, ആ ഉസ്താദ് കാഫിറാണ്, ഇവൻ 10,000 വട്ടം കാഫിറാണ്. അതൊക്കെ പറഞ്ഞ പുസ്തകം എന്റെ കൈവശമുണ്ട്. ഇങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഉസ്താദ് പള്ളിക്കൽ നിസ്കരിക്കുമ്പോൾ ഉസ്താദിന്റെ പിന്നാലെ തുടരും ചെയ്യാം. പച്ച മുശ്രിക്കിനെ തുടർന്ന് നിസ്കരിക്കുക. ഇതാ ഞാൻ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നതിന് ഒരു തെളിവും ലക്കും ലഗാനവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. പറയുന്ന കാര്യങ്ങളിൽ പറയുന്ന മൗലവിമാരുൾപ്പെടെ അനുയായികൾക്കും അതിന്റെ മുഴുവൻ ആളുകൾക്കും ആ പറയുന്ന കാര്യത്തിൽ ഒരു ഇഞ്ചും ഒരു തരിയും അവർക്ക് വിശ്വാസവും ഇല്ല. അങ്ങനെ ആകുമ്പോഴാണ് അത് മുജാഹിദ് ആവുള്ളൂ. അതാണ് ഇപ്പൊ നിങ്ങളെ ചോദ്യത്തിന്റെ മറുപടി. നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. അത് ഇങ്ങനൊക്കെ ആകുമ്പോഴാണ് അത് മുജാഹിദ് ആവുള്ളൂ. അല്ല, പറയുന്നതൊക്കെ വിശ്വസിക്കുകയും പറയുന്നതൊക്കെ ചെയ്യുകയും വിശ്വസിക്കുന്നതൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുക, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ മുജാഹിദ് ആവില്ല, അത് സുന്നിയാവുള്ളൂ. ഇങ്ങനെ പറയാ. സുന്നികളെ കുട്ടികളെ, സുന്നി രക്ഷിതാക്കൾ സുന്നികളുടെ മക്കളെ കല്യാണം കഴിക്കാൻ പാടില്ല, അവർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല. സുന്നികൾ അറുത്ത മാംസം ഭക്ഷിക്കാൻ പാടില്ല, അത് ശവമാണെന്നാ മുജാഹിദിന്റെ അൽമനാറിന്റെ കൈവശമുണ്ട്. അതിൽ എഴുതി വെച്ചതാണ്. എന്നിട്ടോ ഇന്നലെ രാത്രി 12 മണി വരെ നീട്ടി 1000 വട്ടം വിളിച്ച കുത്തുബിയത്തിലെ മൊല്ലാക്കയാണ് നാട്ടിലെ പോത്തിനെ ഇറക്കുക, അല്ലേ? ആ മൊല്ലാക്ക ഇറക്കണ പോത്ത്, മൂരി, ആട് ഇതിനെ നന്നായി വാരി വലിച്ച് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് എന്നും പറഞ്ഞിങ്ങനെ തിന്നും ചെയ്യും. എഴുതി വെക്കുന്നത് എന്താ? അത് ശിർക്കാണ്, അത് ശവമാണ്, അത് തിന്നാൻ പാടില്ല, ആ പോത്ത് തന്നെ ശിർക്കാണ് എന്നൊക്കെ മുജാഹിദ് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ മുജാഹിദ് തന്നെ ഈ മൊല്ലാക്കറുത്ത പോത്തിനെ യഥേഷ്ടം വാരി വലിച്ചു തിന്നും ചെയ്യും. അപ്പൊ ഇതാ ഞാൻ പറയുന്നത്. പറയുന്നതിൽ ഒരു വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തത് പ്രചരിപ്പിക്കുകയും പ്രചരിപ്പിക്കുന്നതും പറയുന്നതും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുമ്പോഴുള്ള ആ തിയറിക്കാണ് വഹാബിസം എന്ന് പറയുന്നത്. അതാണ് മുജാഹിദുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ ചോദിച്ച ഈ വൈവാഹിക ബന്ധവും അതുപോലത്തെ ഈ ഇമാമത്ത് സുന്നിയായ പണ്ഡിതനെ, മൊല്ലാക്കയെ, ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കുന്ന മുജാഹിദുകളും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. അവർക്ക് തന്നെ അറിയില്ല എന്തപ്പോ ഞങ്ങൾ ഈ പറയുന്നത്, എന്താ